ഓസ്ട്രേലിയയിൽ ഇപ്പോൾ ശക്തമായ കൊടുങ്കാറ്റും അതുപോലെ തന്നെ അതിന്റെ പരിണിതഫലമായിട്ട് ശക്തമായ മഴയും പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെ അമേരിക്ക വീണ്ടും തകർന്നുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയിൽ വീണ്ടും ഒരു ചുഴലിക്കാറ്റിന്റെ സാധ്യത പ്രവചിക്കപ്പെട്ടിരിക്കുകയാണ്. കാട്ടുതീക്ക് ശേഷം അല്ല, കാട്ടുതീക്ക് ശേഷം ഫ്ലഡ് വന്നു, ഫ്ലഡിന് ശേഷം അടുത്ത ചുഴലിക്കാറ്റ് വന്നു. അപ്പൊ ഇത് രണ്ടും കൂടെ അമേരിക്കയെ നശിപ്പിക്കും. അതായത് ഈ മൂന്നും എവിടെ എത്തി, ഇനി അവിടെ എന്താണ് വരാനുള്ളത് എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പം അവിടെ അതും വന്നു. ഇനി ഓസ്ട്രേലിയയും അതുപോലെ തന്നെ അമേരിക്കയും നശിക്കാൻ പോകുന്നു എന്നുള്ളൊരു കാര്യമാണ് ഞെട്ടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു പ്രക്ഷോഭങ്ങള് എന്തിന്റെ ഒരു പ്രതീകമായിരിക്കാം? അതായത് പലരും പറയുന്നത് നമ്മൾ തെറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഇതൊക്കെ വരുന്നതെന്നാണ്. പിന്നെ വരുന്ന ഒരു വിഭാഗം ആൾക്കാർ പറയുന്നത് ലോകാവസാനത്തിന്റെ മുന്നോടിയായിട്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത് എന്നും കൂടി പറയുന്നുണ്ട് അല്ലെ. അതിപ്പോ എല്ലാ കാര്യം ഇപ്പൊ ഇങ്ങനെ ഒരു ചുഴലിക്കാറ്റോ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒരു ദുരന്തം വരികയാണെങ്കിൽ ഇപ്പൊ ഒരു ഫിഷ് വന്ന് കയറിയപ്പോ തന്നെ എന്ത് പറഞ്ഞു, അതൊരു എന്താ പറയാ ലോകാവസാനത്തിലേക്കുള്ള സൂചനയാണ്. അങ്ങനെയാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതിനൊക്കെ പ്രകൃതി നമുക്ക് തരുന്ന, നമ്മൾ ചെയ്യുന്ന കുറെ കാര്യങ്ങളൊക്കെ തന്നെയാണ് പ്രകൃതി നമുക്ക് തിരിച്ചു തരുന്നത്. പക്ഷെ ഇതിനകത്ത് ആരും പരാമർശിക്കാത്ത വേറൊരു പരാമർശമായിട്ട് നമ്മുടെ ന്യൂസ് കാണുന്ന ഒരു സബ്സ്ക്രൈബർ വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നത് നമ്മുടെ ഏറ്റുമാനൂരിലെ ഷൈനി കേസ് ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ അറസ്റ്റിലായിട്ടുള്ള ഭർത്താവ് നോബിയുടെ സഹോദരനുണ്ട്, ബോബി അച്ഛൻ. ബോബി അച്ഛൻ ഓസ്ട്രേലിയയിലായിരുന്നു. അപ്പൊ ബോബി അച്ഛൻ അവിടെ ഉള്ളതുകൊണ്ടാണ് അവിടെ കൊടുങ്കാറ്റും ചുഴലിക്കാറ്റും വന്നത്. ഇനി ഇന്ത്യയിലോട്ട് വരും, അപ്പൊ ഇന്ത്യയിൽ ഇനി അത് വരും എന്നുള്ളൊരു രസകരമായ ഒരു കാര്യം. അദ്ദേഹം നേരെ പോയിട്ടുണ്ടാവും അമേരിക്കയിലൊക്കെ ആയിരിക്കും. എനിക്ക് അമേരിക്കയിലായിരിക്കും ആദ്യം, അപ്പോഴായിരിക്കും അവിടെ കത്താൻ തുടങ്ങിയത്. അതിനുശേഷം ഓസ്ട്രേലിയയിലോട്ട് വന്നു. അങ്ങനെ ഓരോ ചിലരൊക്കെ ചെല്ലുന്നിടം തന്നെ മുടിയും എന്നുള്ള കാര്യമുണ്ട്. അപ്പൊ അച്ഛനെതിരെ വളരെ രൂക്ഷമായ വിമർശനങ്ങളാണ് ഇപ്പൊ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അത്തരത്തിലായിരിക്കാം ഒരു പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത്, പ്രകൃതിക്ഷോഭങ്ങൾ വരുന്നതെന്നാണ് നമ്മുടെ ഒരു സബ്സ്ക്രൈബേഴ്സ്. ഞാൻ പറ്റുവാണെങ്കിൽ കമന്റ് ഫോട്ടോ അടിച്ചുതരാം. അതെ, ഫോട്ടോ എടുത്തുതരാം. അപ്പം അങ്ങനെയൊക്കെ പറയുന്ന ഒരു കൂട്ടം ആളുകളാണ് നമ്മുടെ ചുറ്റുമുള്ളത്. യഥാർത്ഥത്തില് മനുഷ്യന്റെ പല പ്രവൃത്തികളും ഇത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾക്ക് കാരണമാകാറുണ്ട്. ഇപ്പൊ ശക്തമായ മഴ പെയ്യുന്നതിനും, ഇല്ലെങ്കിൽ ആ മഴ പെയ്യുമ്പോൾ തന്നെ നമ്മുടെ കുളങ്ങൾ നിറഞ്ഞ് വെള്ളം നിറയുന്നതും, വെള്ളം പൊങ്ങുന്നതും, അതുപോലെ സൂര്യന്റെ ചൂട്. ഇപ്പൊ മരുഭൂമിയിൽ വരെ മഞ്ഞ് വീഴാൻ തുടങ്ങി. അങ്ങനെയാണ് മരുഭൂമിയിൽ മഞ്ഞ് വീഴുന്നത്. ഇതൊരു സിനിമയുടെ അല്ല, മരുഭൂമിയിൽ വരെ മഞ്ഞ് വീഴുന്നത്. അതായത് ഗൾഫ് രാജ്യങ്ങളിലടക്കം ഇപ്പൊ മഞ്ഞ് വീഴ്ച അടക്കം നമുക്കിപ്പോ കുറച്ച് മുമ്പേ കണ്ടു തുടങ്ങിയിട്ടുള്ള കാര്യമായിരുന്നു. മഞ്ഞ് വീഴുന്നതും അതിനനുസരിച്ചിട്ട് അവിടെ ഗതാഗതങ്ങളൊക്കെ തടസ്സപ്പെടുന്ന രീതികൾ എല്ലാം നമ്മൾ കാണുന്നതാണ്. അപ്പൊ അതേപോലെ തന്നെ കാലാവസ്ഥയുടെ മാറ്റങ്ങളാണ് ഇതിനൊക്കെ ഒരു കാരണം എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട കാലാവസ്ഥ മാറ്റത്തിന്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ തന്നെയാണ്. കാരണം നമ്മുടെ ഓരോ പ്രവർത്തികളാണ് അതിനൊക്കെ ഒരു ഇങ്ങനെ കാലാവസ്ഥകൾ മാറി മറിയാനുള്ള ഒരു കാരണം കൂടെ. ഇപ്പൊ ഏത് നേരമാണെങ്കിലും ഇപ്പോ മഴ പെയ്യാവുന്ന ഒരു സാഹചര്യമാണ്. കാരണം നമ്മളിപ്പോ ഈ കടന്നു പോകുന്ന ദിവസങ്ങൾ എന്ന് പറയുന്നത് അതികഠിനമായ ഒരു ചൂട് അനുഭവിക്കുന്ന സാഹചര്യത്തിലാണ് ഇതിനിടയ്ക്ക് മഴ വരുന്നത്. പിന്നെ അതേപോലെ തന്നെ പിറ്റേ ദിവസം ചിലപ്പോ ആ മഴ പെയ്ത് ശക്തമായ മഴ പെയ്ത സ്ഥലത്തായിരിക്കും അതികഠിനമായ ഒരു ചൂട്. അതെ, ഇത് നമ്മൾക്ക് നമ്മുടെ ശരീരം ഇതിനങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പാടുപെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പൊ പല സാംക്രമിക രോഗങ്ങളും വരുന്നുണ്ട്. അത് പലതരത്തിലുള്ള നമുക്ക് പേര് പോലും അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ കേൾവി ഇല്ലാത്ത പല രോഗങ്ങളൊക്കെയാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പല സാഹചര്യങ്ങളിലൂടെയാണ് ഓരോരുത്തരും മരണം വരെ സംഭവിക്കുന്നത്. ഈ ഓസ്ട്രേലിയയിലെ ഈ ചുഴലിക്കാറ്റ് മൂലം ഒരാളുടെ ജീവൻ അപകടത്തിൽപ്പെട്ടു എന്നുള്ള ഒരു വാർത്തയും നമ്മൾ ശ്രദ്ധിച്ചിരുന്നു. അതുപോലെ തന്നെ ഈ വെള്ളപ്പൊക്കം ശക്തമാകുന്ന ഒരു സാഹചര്യത്തിലും ഇതുപോലെ തന്നെ ആളുകളുടെ ജീവന് ഭീഷണി നിലനിർത്തുന്നുണ്ടെന്നുള്ള രീതിയിലുള്ള ന്യൂസുകൾ നമ്മൾ ശ്രദ്ധിച്ചിരുന്നു. കാട്ടുതീയാണെങ്കിലും അമേരിക്കയിൽ ഒരുപാട് ജീവനുകൾ, ഒരുപാട് നാശനഷ്ടങ്ങൾ. എനിക്ക് തോന്നുന്നു വെള്ളപ്പൊക്കത്തെക്കാൾ രൂക്ഷമായിരിക്കും ഒരു പക്ഷേ ഈ കാട്ടിന്. കാരണം ആളുകൾ വെന്തായിരുന്നു മരിച്ചത്. അത് ഭയങ്കര അവരുടെ കത്തിക്കരന്റെ ശരീരം അപ്പുറമാണ് കാട്ടുതീ എന്നൊക്കെ പറയുന്നത്. നിയന്ത്രിക്കുന്നതിന് അപ്പുറമാണ് ഈ വെള്ളപ്പൊക്കം. അങ്ങനെയാണ് ഏകദേശം വെള്ളപ്പൊക്കം. പക്ഷെ നീന്തി രക്ഷപ്പെടാം എന്നുള്ള ഒരു കാര്യമെങ്കിലും ഉണ്ട്. വെള്ളത്തിലാണെങ്കിൽ നീന്തി, തീയിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് സിമ്പിൾ ആയിട്ട് പറയാം, നമുക്കിപ്പോ കേരളത്തിൽ അനുഭവപ്പെടുന്ന ചൂട് തന്നെയാണ്. അത് നമുക്കൊരു 2 മണിക്കൊന്ന് പുറത്ത് മുറ്റത്തിറങ്ങി നിൽക്കാൻ പറ്റില്ല. അകത്ത് ഇപ്പൊ ഓഫീസിനകത്താണെങ്കിലും ഒന്ന് പുറത്തിറങ്ങാൻ നോക്കുമ്പോഴേക്കും ഭയങ്കര ചൂട് അല്ലെ. അകത്തോട്ട് കേറിയാൽ മതി, പെട്ടെന്നൊന്ന് അകത്തോട്ട് കേറിയാൽ മതി എന്നുള്ള രീതിയിലോട്ട്. അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ ഈ കാട്ടുതീയൊക്കെ അപ്പൊ എത്രമാത്രം നമ്മളെയൊക്കെ എഫക്ട് ചെയ്യുന്നുള്ളത് നമുക്ക് മനസ്സിലായതാണ്. ഇപ്പൊ അമേരിക്ക തന്നെ അതിനൊരു സാക്ഷിയാണ്. അപ്പൊ അതിനിടയ്ക്കാണ് ഇപ്പൊ ഓസ്ട്രേലിയയിൽ ഇങ്ങനെ ഒരു പ്രതിഭാസം സംഭവിച്ചിട്ടുള്ളത്. ഇനി അടുത്ത് എവിടെ ആയിരിക്കും എന്നുള്ളത് പ്രളയത്തിലോട്ടുള്ള ഒരു സാഹചര്യമാണ് ഇനിയിപ്പോ നമുക്ക്. കാരണം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിലും നമുക്ക് പ്രളയമൊക്കെ നമ്മൾ അനുഭവിച്ചു. നമുക്ക് ഓരോ വർഷം ഓരോ എന്താ പറയാ ദുരന്തങ്ങളാണ്. 2018 ശേഷം ഈ മഴ പെയ്ത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഇപ്പൊ കേരളത്തിൽ നിറച്ച് വെള്ളം കയറുകയാണ്. ഇപ്പൊ ചെറിയൊരു മഴ പെയ്താൽ മതി,
നമ്മുടെ കണ്ടമൊക്കെ നിറയുവാണ്. ഓരോ വർഷം നമുക്ക് ഓരോ ദുരന്തങ്ങളാണ്. ഇപ്പൊ കോവിഡ് ആണെങ്കിലും വെള്ളപ്പൊക്കാണെങ്കിലും. കഴിഞ്ഞ മഴയത്താണ് നമ്മളെ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തിയ ദുരന്തം വന്നത്, നമ്മുടെ ചൂരമലയിലെ ഉരുൾപൊട്ടല്. അതിന്റെ ആഘാതം ഇപ്പോഴും നമുക്ക് തീർക്കാൻ പറ്റിയിട്ടില്ല. അത് ലോകത്തെ തന്നെ ഞെട്ടിച്ച ഒരു വലിയൊരു ദുരന്തമായിരുന്നു. അപ്പോൾ ലോകത്തെ പല സ്ഥലത്ത് ഇതുപോലുള്ള ദുരന്തങ്ങൾ നടക്കുന്നു. നമ്മളിതെല്ലാം അറിയുന്നത് താമസിച്ച്, അല്ലെങ്കിൽ നമ്മൾ ഇതിന് വലിയ പ്രക്ഷോഭങ്ങൾ അറിയുമ്പോൾ മാത്രം നമ്മൾ അത് അറിയുന്നുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ. നമുക്കൊക്കെ വരുമ്പോൾ മാത്രമേ നമുക്ക് അതൊരു അനുഭവമായിട്ട് എടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ വിചാരിക്കും അത് അവിടെയല്ലേ ഇവിടെയല്ലേ, പക്ഷെ എല്ലാം നമ്മളും അനുഭവിച്ച് പോകേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. കാരണം നമ്മുടെ ഓരോ പ്രവർത്തികളാണ് ഇങ്ങനെയുള്ള ഓരോ സാഹചര്യങ്ങളിലേക്ക് വഴി എത്തുന്നത്. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ആദ്യം മുൻകരുതൽ എടുക്കണം. നമുക്ക് ഒരിക്കലും ഇങ്ങനെ ഒരു കാര്യം വരില്ല എന്ന് നമ്മൾ ചിന്തിക്കാൻ പാടില്ല. പക്ഷെ നമുക്ക് എപ്പോ വേണമെങ്കിലും ഇങ്ങനെയൊക്കെ സംഭവിക്കാം. ഒരു 2 ദിവസം നിൽക്കാതെ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെയും വെള്ളപ്പൊങ്ങും. തീർച്ചയായിട്ടും അതാണ് കറക്റ്റ്. നമ്മൾ ഈ വെള്ളം പോകേണ്ട തോടുകളും അതുപോലെ തന്നെ ആറുകളെല്ലാം മനുഷ്യനിർമ്മിതമായിട്ട് നികത്തുക, പാലങ്ങൾ പണിയാൻ വേണ്ടി അതിന്റെ സന്തുലിതാവസ്ഥ വെള്ളം നിറഞ്ഞു വെക്കേണ്ട അവസ്ഥയാണ്. കിട്ടിയ വെള്ളത്തിന് ഒഴുകി പോകാനുള്ള ഒരു സ്പേസ് നമ്മൾ കൊടുക്കുന്നില്ല. അതുപോലെ അതിനെയൊക്കെ തടകിട്ട് നിർത്തി അതിനെ പല രീതിയിലും നമ്മൾ മാറ്റിമറിച്ചത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്നത്. മലകൾ ഇടിച്ചു പൊളിക്കുക, അമിതമായിട്ട് ഈ മണല് ഖനനം ചെയ്യുക. മണലിന്റെ കാര്യം എന്ന് പറയുമ്പോ സമരത്തിന് വരെ ഇറങ്ങിയിട്ടുണ്ട്. കാരണം കടലിൽ അത്രമാത്രം ഖനനം തുടങ്ങിയിരിക്കുന്നു എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. അപ്പൊ ഇതിന്റെ എല്ലാം ആഫ്റ്റർ എഫക്റ്റ് ആണ് നമ്മളിങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പൊ ഇവര് പറഞ്ഞല്ലേ ലോകാവസാനം അല്ലെങ്കിൽ ഒരു ദുരന്തം വരും, ആ ഒരു ഓറൽ ഫിഷ് വന്നതിന് ശേഷം. അത് ശരിക്കും പറഞ്ഞ അവരാ ചിന്തിച്ചൊരു കാര്യം കറക്റ്റ് ആയിരുന്നു എന്ന് നമുക്ക് പറയാല്ലേ. കാരണം ഇപ്പം ഓസ്ട്രേലിയയിൽ കണ്ടില്ലേ ഇങ്ങനെ ഒരു ദുരന്തം വന്നു. ഇപ്പൊ അമേരിക്കയിൽ ഇതായിട്ട് ചുഴലിക്കാറ്റിന് സാധ്യത എന്ന് പറഞ്ഞിട്ട് ഒരു ന്യൂസ് വരുന്നു. അപ്പൊ പക്ഷെ ഇപ്പൊ അമേരിക്കയുടെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിലും ഇതിനു മുമ്പ് ആൽഫ്രഡ് ചുഴലിക്കാറ്റ് എത്തിയത് അയർലൻഡിലായിരുന്നു. അപ്പൊ ട്രംപ് ആണെങ്കിലും ഇതിന് മുൻകരുതൽ എടുത്തിരിക്കുന്നു എന്ന് പറയുന്നുണ്ട് അദ്ദേഹം. എത്രമാത്രം പ്രാബല്യത്തിലാവും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം കാട്ടുതീ അദ്ദേഹം ഒരുപാട് മുൻകരുതൽ എടുത്തിട്ടും അദ്ദേഹത്തിന് നിയന്ത്രിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് എത്രമാത്രം അവരെ ബാധിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അത്രമാത്രമായിരുന്നു ആ ഒരു കാട്ടുതീന്റെ ഒരു എഫക്ട് അവരെ ബാധിച്ചിട്ടുണ്ടായിരുന്നു. അത്രമാത്രമായിരുന്നു. ഇനി ഒരു ദുരന്തം കൂടി ഇനി താങ്ങാൻ അമേരിക്കക്ക് കഴിയുമോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സാമ്പത്തിക സ്ഥിതി എല്ലാം മോശമായി പോകും. ട്രംപിന്റെ തീരുമാനങ്ങൾക്ക് അപ്പുറം അവിടെ എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതെല്ലാം നമുക്കിനി വഴിയെ കണ്ടറിയാം.